അണ്ണാന് മരങ്ങേറ്റം പഠിപ്പിക്കേണ്ടതില്ല എന്ന് പറയുന്നത് പോലെ ചൈനക്കാരനെ കച്ചവട തന്ത്രം പഠിപ്പിക്കേണ്ടതില്ല. 1980 വരെ GDP-യിൽ ഇന്ത്യയുടെ ബഹുദൂരം പിന്നിലായിരുന്ന ചൈന 90കളുടെ തുടക്കത്തിൽ ഇന്ത്യയെ മറികടന്നു. ഇന്ന് ലോകത്തിലെ രണ്ടാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയായി ചൈന മാറിയത് വിദേശ നിക്ഷേപങ്ങളും നിർമ്മാണ മേഖലയും ശക്തിപ്പെടുത്തിക്കൊണ്ടായിരുന്നു. ഇപ്പോൾ ഇതാ നേപ്പാളിന്റെ കറൻസി അച്ചടിയുടെ കോൺട്രാക്റ്റും ചൈന നേടിയിരിക്കുകയാണ്. ഇതോടെ കറൻസി അച്ചടി ഇന്ത്യയിൽ നിന്നും പൂർണ്ണമായി ചൈനയിലേക്ക് മാറ്റിയിരിക്കുകയാണ് നേപ്പാൾ. പുതുതായി 1000 രൂപയുടെ 430 മില്യൺ നോട്ടുകൾ അച്ചടിക്കണമെന്ന് ആവശ്യപ്പെട്ട് നേപ്പാൾ രാഷ്ട്ര ബാങ്ക് ചൈന ബാങ്ക് നോട്ട് പ്രിന്റിംഗ് ആൻഡ് മിന്റിംഗ് കോർപ്പറേഷന് കത്ത് നൽകി. ഇതുവഴി $16.985 മില്യൺ നേപ്പാളിൽ നിന്ന് ചൈനീസ് സമ്പദ് വ്യവസ്ഥയിലേക്ക് ഒഴുകുന്നത്. കറൻസി അച്ചടി കരാർ ഏറ്റെടുക്കാൻ എത്തിയവരിൽ ഏറ്റവും ലാഭകരമായ കമ്പനി ചൈനയുടേതാണെന്നാണ് നേപ്പാളിന്റെ വിശദീകരണം. കഴിഞ്ഞ 3 വർഷമായി നേപ്പാൾ കറൻസി അച്ചടി പൂർണ്ണമായും ചൈനീസ് കമ്പനിയാണ് കൈകാര്യം ചെയ്തു വരുന്നത്. ഈ ഇനത്തിൽ മാത്രം $63 മില്യൺ ചൈനയുടെ വരുമാനം. ഒരു കാലത്ത് കറൻസി നോട്ടുകൾ അച്ചടിക്കാൻ ഇന്ത്യയെ മാത്രം ആശ്രയിച്ചിരുന്ന നേപ്പാൾ ഈ തീരുമാനത്തിൽ നിന്ന് പിൻവലിഞ്ഞതിന് സാമ്പത്തിക കാരണങ്ങൾ മാത്രമാണോ കാരണം? നോക്കാം. 1945 മുതൽ 1955 വരെ ഇന്ത്യയിലെ നാസിക്കിലെ സെക്യൂരിറ്റി പ്രസിലായിരുന്നു നേപ്പാളിന്റെ കറൻസികൾ അച്ചടിച്ചിരുന്നത്. തുടർന്നുള്ള ദശാബ്ദങ്ങളിൽ നേപ്പാൾ മറ്റ് രാജ്യങ്ങളെ ആശ്രയിച്ചിരുന്നെങ്കിലും 2015 വരെ അവരുടെ മുഖ്യ ചില നോട്ടുകൾ ഇന്ത്യയിൽ തന്നെയായിരുന്നു അച്ചടിച്ചിരുന്നത്. നേപ്പാൾ കറൻസി അച്ചടിക്കാനുള്ള കരാർ ഒരു ഇന്ത്യൻ കമ്പനിക്ക് അവസാനമായി ലഭിച്ചത് 2023 ജനുവരിയിലായിരുന്നു. അതിനുശേഷം ഇന്ത്യയിൽ നിന്നുള്ള പ്രസ്സുകളിൽ കറൻസി അച്ചടിക്കാൻ നേപ്പാൾ ബാങ്ക് താല്പര്യം പ്രകടിപ്പിച്ചില്ല. ഏറ്റവും കുറഞ്ഞ തുക വാഗ്ദാനം ചെയ്തത് ചൈനീസ് കമ്പനിയായിരുന്നു. കൂടാതെ അവർ ആധുനിക സുരക്ഷാ സാങ്കേതിക വിദ്യ വാഗ്ദാനം ചെയ്തു. ഇതാണ് കരാർ ചൈനയിലേക്ക് മാറ്റാനുള്ള കാരണമെന്നാണ് നേപ്പാൾ ബാങ്കിന്റെ ഔദ്യോഗിക വിശദീകരണം. എന്നാൽ ഇന്ത്യയുമായി ബന്ധപ്പെട്ട മറ്റൊരു വിഷയം കൂടി ഇതിന്റെ പിന്നിലുണ്ട്. നേപ്പാളിന്റെ പുതിയ നോട്ടുകളിൽ ഇന്ത്യയുമായുള്ള തർക്ക പ്രദേശങ്ങൾ ഉൾപ്പെടുത്തിയ ഭൂപടം ചേർത്തിട്ടുണ്ട്. തർക്ക പ്രദേശങ്ങളായ ലിബുലേഖ്, ലിംബിയാധുര, കാലാപാനി എന്നിവ നേപ്പാളിന്റെ ഭാഗമായാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇന്ത്യൻ പ്രിന്റിംഗ് കമ്പനിക്ക് തന്നെ ഇത് അച്ചടിക്കാൻ കൊടുത്താൽ എങ്ങനെ ഇരിക്കും? ഇന്ത്യൻ കമ്പനിക്ക് കരാർ നൽകാത്തതിന് പിന്നിൽ നേപ്പാളിന്റെ ഈ ഒരു ഭയവും ഉണ്ടെന്ന വിശകലനം പുറത്തു വരുന്നുണ്ട്. ചൈനയ്ക്കാണെങ്കിൽ അത് അച്ചടിച്ചു കൊടുക്കുന്നതിൽ സന്തോഷമേ ഉള്ളൂ, പോരാത്തതിന് ഇങ്ങോട്ട് പൈസയും കിട്ടും. നേപ്പാൾ മാത്രമല്ല, ഇന്ത്യയുടെ മിക്ക അയൽ രാജ്യങ്ങളും സമാനമായി അവരുടെ കറൻസി അച്ചടി ചൈനയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ബംഗ്ലാദേശ്, ശ്രീലങ്ക, മലേഷ്യ, തായ്ലൻഡ്, അഫ്ഗാനിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങളും തങ്ങളുടെ കറൻസി ചൈനയിൽ അച്ചടിക്കാൻ ആരംഭിച്ചതോടെ ഏഷ്യയിലെ കറൻസി അച്ചടിയുടെ ഒരു പ്രധാന കേന്ദ്രമായി തന്നെ ചൈന മാറി. മികച്ച സുരക്ഷാ സംവിധാനങ്ങളും അച്ചടി നിലവാരവും, വാട്ടർമാർക്കുകൾ, ഹോളോഗ്രാഫിക് ഫീച്ചറുകൾ, സുരക്ഷാ ത്രെഡുകൾ, നിറം മാറുന്ന മഷി തുടങ്ങിയ സംവിധാനങ്ങളാണ് ചൈനീസ് പ്രിന്റിംഗ് കമ്പനി ഉപയോഗിക്കുന്നത്. കള്ളനോട്ട് നിർമ്മാണം തടയുന്നതിനും ചെലവ് കുറയ്ക്കുന്നതിനുമായിട്ട് കളർ ഡാൻസ് എന്നൊരു പുതിയ ഹോളോഗ്രാഫിക് ഫീച്ചറും കമ്പനി വികസിപ്പിച്ചിട്ടുണ്ട്. ബ്രിട്ടീഷ് സ്ഥാപനമായിട്ടുള്ള ഡി ലാ റൂവിന്റെ ബാങ്ക് നോട്ട് അച്ചടി ബിസിനസ് ഏറ്റെടുത്തതോടെയാണ് ചൈനീസ് പ്രിന്റിംഗ് കമ്പനി ലോകത്തിലെ 1-ാം നമ്പർ കറൻസി പ്രിന്റിംഗ് കമ്പനിയായി മാറിയത്. ബ്രിട്ടീഷ് പൗണ്ട് ഉൾപ്പെടെ ഏകദേശം 140 രാജ്യങ്ങൾക്കായി കറൻസി നിർമ്മിച്ചിരുന്ന ഡി ലാ റൂ കമ്പനി ഒരു കാലത്ത് ലോകത്തിലെ ഏറ്റവും വലിയ വാണിജ്യ ബാങ്ക് നോട്ട് പ്രിന്ററായിരുന്നു. ഡി ലാ റൂവിന്റെ UK ആസ്ഥാനമായുള്ള സൗകര്യങ്ങളും സാങ്കേതിക വിദ്യകളും ഡിസൈനുകളും സ്വന്തമാക്കുന്നതിനൊപ്പം പതിറ്റാണ്ടുകളായി ഡി ലാ റൂ വളർത്തിയെടുത്ത ഉപഭോക്തൃ ശൃംഖലയും ചൈനീസ് കമ്പനിക്ക് സ്വന്തമായി. ഇതിലൂടെ യൂറോപ്പ്, മിഡിൽ ഈസ്റ്റ്, ആഫ്രിക്ക, ഏഷ്യ എന്നിവിടങ്ങളിലെ നിരവധി രാജ്യങ്ങളിലേക്ക് ചൈനീസ് കമ്പനി അതിന്റെ പ്രവർത്തനം വ്യാപിച്ചു. ഫലത്തിൽ ചൈനീസ് കമ്പനിയുടെ ആഗോള സ്വാധീനം തന്നെ വർദ്ധിച്ചു എന്ന് പറയാം. ലോകമെമ്പാടുമുള്ള കേന്ദ്ര ബാങ്കുകൾ വളരെ കാലമായി വിശ്വസിച്ചിരുന്ന ഒരു ബ്രാൻഡിന്റെ നിയന്ത്രണം ലഭിച്ചതോടെയാണ് ഈ രംഗത്തെ ചൈനയുടെ ആധിപത്യവും ആരംഭിക്കുന്നത്. ന്യൂസിന്റെ മലയാളം.